ഞാനിപ്പോൾ ഒരു 3 ദിവസം മുന്നേയുള്ള ഓർഡേഴ്സാണ് ഇപ്പോൾ കേട്ടോ എടുക്കാറ്. പക്ഷേ പെട്ടെന്ന് അതായത് ഇപ്പം നമ്മൾ ഫ്രീ ആണ്, ഓർഡേഴ്സൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സും എടുക്കാറുണ്ട്. അപ്പോൾ അത് പറയുമ്പം ആ കസ്റ്റമർക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ, പെട്ടെന്ന് വരുമ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓർഡേഴ്സേ എടുക്കാറുള്ളൂ. ഇന്ന ഡിസൈൻ തന്നെ വേണമെന്ന് പറയുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ 9 മണിയാകുമ്പോൾ വിളിച്ചു രാവിലെ, ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു കേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അവളുടെ ചേച്ചിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആളൊരു അഡ്വക്കേറ്റാണ്. ദെൻ നമ്മൾ പറഞ്ഞത് ഫ്ലേവർ ചോക്ലേറ്റ് ട്രഫിളാണ് 1 kg ടോളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് ഞാനും വിചാരിച്ചു അവൾക്ക് കൊടുക്കാവുന്ന കുറച്ച് നല്ലൊരു ബെറ്റർ കേക്ക് ആയിരിക്കണമല്ലോ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, പിൻട്രസ്റ്റ് കയറി കുറേ ഫോട്ടോസ് സെർച്ച് ചെയ്തു. ദെൻ ഫൈനലി എനിക്ക് കുറച്ച് ലൈക്കായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്തു. ദെൻ അതിൽ നിന്നൊക്കെ ജസ്റ്റ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അവർ പറഞ്ഞത് ഹലോ 26 എന്നായിരുന്നു ക്യാപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പ്രിൻറ്റിൽ ആ ഒരു ക്യാപ്ഷനും കൂടി സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തു. ഫുൾ ഓട്ടായിരുന്നു. ഈവനിങ് ആണ് പറഞ്ഞതല്ലോ. അപ്പോൾ പിന്നെ മോർണിംഗ് പറഞ്ഞ സ്പോട്ടിൽ തന്നെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ക്രം കോട്ട് ചെയ്തു. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്രിൻറ്റിൻ്റെ അതിന് ഓടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുത്തു, ഒക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. ദെൻ ക്രം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനൽ കോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് കാണാം കേട്ടോ. അവർക്ക് ഡിസൈൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവളൊരു അഡ്വക്കേറ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ നമുക്കൊരു അഡ്വക്കേറ്റ് തീമിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് സെറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് പ്രിൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത് നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ കേക്കിലേക്ക്. ദെൻ കുറച്ച് ഫോക്സ് ബോൾസും ഈ ഒരു പ്രിൻറ്റും തന്നെയായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിൽ ഒരു ടോപ്പർ, ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടെ വെച്ചു. പിന്നെ കേക്ക് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ആണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഒരു ബ്ലാക്ക്, വൈറ്റ്, ഗോൾഡൻ ഈ ഒരു തീമിലാണ് നമ്മൾ ഫോക്സ് ബോൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതും ഓരോന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊന്ന് ജസ്റ്റ് സെറ്റിൽ ചെയ്ത് ബാക്കി വേഗം സെറ്റാക്കി. ഇത് ഒന്നാമത് അവർക്ക് ഡെലിവറിയും കൂടെ ചെയ്യാനുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. ദെൻ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് സെറ്റാക്കിയെടുത്തു. അങ്ങനെ പിന്നെ അത് പാക്ക് ചെയ്ത് സെറ്റാക്കിയെടുത്തു. ദെൻ ഡെലിവറിക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തി അവർക്ക് കൊടുത്തു, ബായും പറഞ്ഞ് പോന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ളത് സെറ്റാക്കാനുണ്ടായിരുന്നു. അങ്ങനെ സ്പോഞ്ചൊക്കെ സെറ്റാക്കിയെടുത്തു. ദെൻ ക്രം കോട്ട് അടിച്ചു. ദെൻ നമുക്കിനി ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് സെറ്റാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു വെഡ്ഡിങ് ഇതിൻ്റെ 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗ്രൂം ടു ബീൻ്റെതും, ഒന്ന് നമുക്ക് മാരേജിൻ്റെ അന്നത്തെ റിസപ്ഷന് വേണ്ടിയിട്ടും. അപ്പോൾ ഗ്രൂം ടു ബി നമ്മൾ ഓൾറെഡി ഇട്ടു. ഇത് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലേവർ വരുന്നത് മാംഗോ ആയിരുന്നു കേട്ടോ. 2 kg തന്നെയാണ്. താഴെ നമ്മൾ 1.5 kg ചെയ്തു. ദെൻ മുകളിലായിട്ട് ഹാഫ് ടോളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഗ്രൂം ടു ബിക്ക് കൊണ്ടുപോയ കേക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒന്നാമത് നമുക്ക് ടൈമില്ലാതെ ഉണ്ടാക്കിയൊരു കേക്ക് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അറിയാം, പൊതുവേ ടെൻഡർ കോക്കനട്ട് ഒരു നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ എന്ന് പറയാനത് നമുക്ക് അധികം നേരമൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുപോലെ ആയിരിക്കണം നാളത്തേതെന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ മാംഗോ ഫ്ലേവർ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ പെട്ടെന്ന് സംഭവമൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ കേക്ക് ക്രം കോട്ട് അടിച്ചത് നമ്മൾ സെറ്റാക്കിയെടുത്താണ് കേട്ടോ. താഴത്തെ കേക്ക് സെറ്റാക്കിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ദെൻ ടോപ്പിലുള്ള കേക്കാണ് ഇപ്പോൾ ക്രം കോട്ട് ചെയ്തത് ഫൈനൽ ഫിനിഷിങ്ങിലേക്കിട്ട് സെറ്റാക്കുന്നത്. പിന്നെ കളറും കാര്യങ്ങളൊന്നും അവർ അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക,
ഡ്രസ്സിൻ്റെ കളറ്, അവരുടെ ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തീമിൽ സെറ്റാക്കാന്നുള്ളതിലായിരുന്നു പ്ലാനിങ്. ദെൻ ആ ഒരു കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം, വൈറ്റ് കേക്ക് തന്നെ ചെയ്യാം, അതിൽ യെല്ലോ ഷെയ്ഡ് പോലെ കൊടുക്കാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് ഏകദേശം സെറ്റാക്കി എടുത്തു. ഓർഡർ തന്ന തലേന്നായിരുന്നു ഞാനൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ സ്കെയിലില്ലേ, ഈ ഒരു ടൈപ്പ് സ്റ്റീലിൻ്റെ സ്കെയിൽ, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഡിസൈൻ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഇതിൽ പയറ്റാമെന്ന് വിചാരിച്ച് ദെൻ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തു. ദെൻ നമ്മൾ രണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെയുള്ളൊരു 2 കേക്കും കൂടെ ഉണ്ടായിരുന്നു. അത് 1/2 kg ആയിരുന്നു കേട്ടോ, ബാക്കി 2 വരുന്നത്. അങ്ങനെ രണ്ടും ക്രം കോട്ട് അടിച്ച് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഫൈനൽ കോട്ടും കൂടെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കൊരു വൈറ്റ് കേക്കിൽ ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വൈറ്റ് കേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. ദെൻ നമ്മളുടെ മുകളിലുള്ള ഈ ഒരു കേക്ക് കണ്ടില്ലേ, ടോപ്പിലുള്ള ഈ ഒരു കേക്കാണ് ഇനി അടുത്ത ഡെക്കറേഷൻ ചെയ്യുന്നത്. അതും വന്നിട്ട് 1/2 kg തന്നെയായിരുന്നു. അത്യാവശ്യം യെല്ലോ ഷെയ്ഡായിരുന്നു കേട്ടോ. അതൊരു ബീൻ്റെ കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കളറൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി ദെൻ അതിൽ യെല്ലോ കളറിൽ മൊത്തം ഫിനിഷ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഈ രണ്ടും സെയിം ഫ്ലേവർ ആയിരുന്നു, ബട്ടർ സ്കോച്ച് ആയിരുന്നു. 1/2 kg ആയിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെയെന്ന് പറയാൻ ഈ ഒരു കേക്ക് ഒരു മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മൾ റെഫറൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സെലക്ട് ചെയ്തതാണ്. ജസ്റ്റ് ഒരു കുറച്ച് ഫ്ലവേഴ്സും പിന്നെ കുട്ടി കുട്ടി ബീയും കൂടെ വരുന്നൊരു കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെയും ക്രം കോട്ട് അടിച്ച് വെച്ചത് ഫൈനൽ സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് മുകളിലായി ചെറിയൊരു ഡെക്കറേഷൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അവിടെ ബി വരുന്നതുകൊണ്ട് ചെറിയൊരു അൺഫിനിഷ്ഡ് ആയിട്ട് സെറ്റാക്കി എടുത്താണ്. ദെൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ടെന്ന്, അതായത് സൈഡിൽ അതിൻ്റെ വോളിൽ മാത്രമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അതും സെറ്റാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് കസ്റ്റമേഴ്സിനോടൊരു ടിപ്പ് പറയാണ്ട്, ടിപ്പായിട്ടാണെന്ന് കൂട്ടിക്കോ, എന്നാലും വേണ്ടില്ല. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്യുമ്പം ഒട്ടുമിക്ക ആളും ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ക്യാമറേനെ ഫേസ് ചെയ്തിട്ടായിരിക്കും കേക്ക് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇൻ കേസ് അത് നിങ്ങളോട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുക. മീൻസ് ആ ഒരു എന്താ പറയുക, ഒട്ടുമിക്ക പേരും തിരിച്ചായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതായത് കട്ട് ചെയ്യുന്ന ആളെ ഫേസ് ചെയ്തിട്ടായിരിക്കും കേക്ക് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയാകുമ്പം ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസിൽ ആ ഒരു കേക്കിൻ്റെ ലുക്കേ പോകും. ഒന്നാമത് നമ്മൾ ഡിസൈൻസുകളൊന്നും ബാക്ക് പോർഷനിലേക്ക് അധികം കൊണ്ടുവരില്ല. എല്ലാം ഫ്രണ്ട്, ആ ഒരു എന്താ പറയുക, കാഴ്ചഭാഗം എന്നൊക്കെ പറയാം, ആ ഒരു ലുക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനിലായിരിക്കും. ആ ഒരു ടൈമിൽ ആ ഒരു ഭാഗത്ത് ഉള്ളത് ബാക്കിലില്ലാത്തത് കാരണം ആ ഒരു പിക്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ലുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കസ്റ്റമർ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻ്റ് വർക്കാണ് കുറച്ച് വരുന്നത്. അപ്പോൾ ഫോണ്ടൻ്റ് വർക്ക് നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഒന്ന് കോൾ ചെയ്തിട്ട് വരണേ എന്നുള്ളത്. അത് അവരോട് വിട്ടുപോയി. അവർ നമ്മളുടെ വീട്ടിലെത്തിയപ്പോൾ സംഭവം കേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ചെറിയൊരു ബിസി ഉള്ളതുകൊണ്ട് അവർ തിരിച്ചു പോയി. ദെൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ കുട്ടി ആ ഒരു ബീനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കുട്ടി ബീസൊക്കെ വെച്ച് ദെൻ കുറച്ച് ഫ്ലവേഴ്സും വെച്ചു. ദെൻ ആ ഒരു 4th ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടെ വെച്ചു. കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. ഇതെൻ്റെ കസിൻസും കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തു. ദെൻ നമ്മൾ ഡെലിവറിക്ക് പോവുകയാണ്. വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ദൂരം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു കുറച്ച് ചെറിയൊരു ദൂരം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊടുത്തു, ബൈ ഒക്കെ പറഞ്ഞ് പോന്നു. ദെൻ ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ അവർ ഈവനിങ് വരുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് നമ്മൾ ആ ഒരു ഡിസൈന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഡിസൈനിൻ്റെ ഇതിൽ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ബ്രഷിൽ ആ ഒരു ലൈനിൽ സെറ്റാക്കിയിട്ട് യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതൊന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡിസൈൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു മൈൻഡിൽ എന്താണോ വരുന്നത് അതങ്ങോട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടോപ്പിലുള്ള ഈ ഒരു ടയറില്ലേ, ഹാഫ് kg ആണ് ഇതും വരുന്നത്. മാംഗോ ആണ് ഫ്ലേവർ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും നമ്മൾ ആ ഒരു ജസ്റ്റ് ആ ഒരു കളറ് നമ്മൾ ടിഷ്യൂവിൽ സെറ്റാക്കിയിട്ട് ആ കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു കേക്കിൻ്റെ ലുക്ക് നമ്മൾ അത് സ്റ്റേക്ക് ചെയ്യാണ് കേട്ടോ. സ്റ്റേക്ക് ചെയ്തിട്ട് ആ ഒരു ലുക്ക് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു ഇങ്ങനെ കാണുമ്പം മുകളിലുള്ള കേക്ക് ചെറുതായ പോലെ തോന്നിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ 1.5 അടിയിലുള്ളത് നമ്മൾ 8 ഇഞ്ചിൻ്റെ ട്രയലാണ് ചെയ്യാറ്. അതായത് കുറച്ചും കൂടി ഒരു ഹൈറ്റ് കുറയും. അപ്പം ഞാനിത് നല്ല ഹൈറ്റ് തോന്നിക്കോട്ടെ എന്നുള്ളതിൽ നമ്മൾ ഹൈറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഡിസൈനൊന്നും പറയാത്തതുകൊണ്ട് എല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്തോന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുകളിലത്തെ കേക്ക് ജസ്റ്റ് എന്താ പറയുക, ഹൈറ്റ് കുറഞ്ഞ പോലെ തോന്നും. ഒന്നാമത് താഴെയുള്ള കേക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് മുകളിലത്തെ കേക്ക് ഒരു കുട്ടി കേക്ക് പോലെ തോന്നും. അപ്പോൾ എനിക്കും ചെറിയൊരു എന്താ പറയുക ടെൻഷനായി. അങ്ങനെ അവരോട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. ഒന്നിക്കൽ നമ്മൾ ആ ഒരു ടോപ്പിൽ വെച്ച കേക്ക് ഒഴിവാക്കണം. ദെൻ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് മാത്രം വാങ്ങേണ്ടി വരും. പക്ഷേ അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓക്കെയാണ് നിങ്ങൾ സെറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി പണിയിലേക്ക് കടന്നു. ബാക്കി പണിയാണ് കുറച്ചൊരു ടൈമിംഗ് ഉള്ള പണി കേട്ടോ. അത്യാവശ്യം ഫ്ലവേഴ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ലോപ്പായിട്ട് വെച്ച് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ജസ്റ്റ് മാരീഡ് എന്ന് പറഞ്ഞ ടോപ്പർ വെച്ചു. ദെൻ നമുക്ക് ആ ഫ്ലവർ സെറ്റ് ചെയ്യണം. ഫ്ലവർ ഒരു സ്ലോപ്പ് പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തു. ദെൻ ആ ഒരു ഇതിൽ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഫ്ലവേഴ്സും പിന്നെ ചെറിയ ചെറിയ ബഡ്സ് പോലെ, ഫ്ലവറിൻ്റെ ബഡ്സ് പോലുള്ളതും പിന്നെ ലീഫൊക്കെ വെച്ചിട്ട് ആ ഒരു കേക്കിൻ്റെ ലുക്ക് എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടും നമ്മളൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള ടൈം ആകുമ്പോഴേക്കും ഇവർ കറക്റ്റ് വന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ ഫോട്ടോ ഷൂട്ടിനായി മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴാണ് ഇവരെ കാർ അവിടെ കണ്ടത്. ജസ്റ്റ് അവർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഷടപടാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എങ്ങനെയോ എടുത്തു. ദെൻ വേഗം പാക്ക് ചെയ്തു. പിന്നൊരു ടെൻഷനാണ്. ഒന്നാമതെന്താ വെച്ചാൽ കേക്കുമായിട്ട് ഒന്നിക്ക് നമ്മൾ അപ്പോഴേക്ക് പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എടുത്തങ്ങ് കൊടുക്കാം. പക്ഷേ ഇവർ പാക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ വരുമ്പം ഭയങ്കര ടെൻഷനാണ്. ഒന്നാമത് വേഗം കൊടുക്കണമല്ലോ എന്നുള്ളൊരു ധൃതി കൊടുക്കും. പിന്നെയെന്ന് പറയാൻ ബോക്സ്, അതായത് ഹൈറ്റൊക്കെ ഉള്ള കേക്കാണെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട. അയ്യോ, ഇങ്ങനെയുള്ളൊരു ടോപ്പിലുള്ളൊരു എന്താ പറയുക 2 ടയർ കേക്കൊക്കെ നമ്മൾ ആ ഒരു ബോക്സിലേക്ക് വെക്കുമ്പം എത്രത്തോളം ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ആലോചിക്കണം. നിങ്ങളല്ല, ഞാനും ആലോചിക്കണം. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ടൈം എടുക്കുമെന്നുള്ളത്. ഞാനാണ് കേട്ടോ ലേറ്റായത്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി. ഒന്നാമത് വണ്ടി റോഡുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികൾക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അതാണ് മെയിൻ പ്രശ്നം. അത് 2 വീലറൊക്കെ ആണെങ്കിൽ ഓക്കെ, എങ്ങനെയെങ്കിലും പോവും. അല്ലാതെ വേറൊരു ഓപ്പോസിറ്റായിട്ട് വേറൊരു കാറോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു സീനുണ്ട്. കറക്റ്റ് ഞാൻ ആ കേക്കുമായിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി. കാറിൻ്റെ ബാക്ക് തന്നെ ഒരു വണ്ടി വന്നു. അപ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല, വേഗം വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, അല്ലെങ്കിൽ താഴേക്ക് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒന്നും ചെയ്തില്ല. ആ സീറ്റിൽ വെച്ചു. അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും കേക്ക് നൈസായിട്ട് കൊളായി. പക്ഷേ അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അപ്പം തന്നെ പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമായിരുന്നു. ദെൻ ഒന്നും ചെയ്യാനില്ല. അവർ അപ്പം തന്നെ ഒക്കെ എടുത്ത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് ആയിരുന്നു കേട്ടോ ഡെലിവറി ഇല്ല, അവർ വന്ന് പിക്ക് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഹാഫിനും 250 ഗ്രാമിനൊന്നും ഇപ്പോൾ ഡെലിവറി കൊടുക്കുന്നില്ല. ഇൻ കേസ് ഇനി അവർക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ അതിനുള്ള ഡെലിവറി ചാർജ് ഉണ്ടാവും. അത് നമുക്ക് എന്താ പറയുക 1 kgൻ്റെ ഡെലിവറി ചാർജ് ആയിരിക്കില്ല ആ ഒരു ഡെലിവറി ചാർജ് ഉണ്ടാവുക. അത് അഫോർഡബിൾ ആയവർക്ക് അവർക്ക് ഡെലിവറി ചെയ്യാം കേട്ടോ. ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
ദെൻ ഇത് അവർ വന്നെടുത്തതായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും മനസ്സിലപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു റൈറ്റിങ്ങും കൊടുത്തു. പിന്നെ ക്രീം കൊണ്ട് തന്നെ ജസ്റ്റ് എന്താ പറയുക ബീഡ്സ് പോലെ ജസ്റ്റ് ഡോട്ട് ആക്കിയിട്ട് സെറ്റാക്കി കൊടുത്തായിരുന്നു. കേക്കിൽ കുറേ സ്പേസ് ഉണ്ടെങ്കിൽ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ സെറ്റ് ചെയ്തു. ദെൻ കുട്ടി കുട്ടി ഡോട്ടുകൾ സെറ്റാക്കി വെച്ചു. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വർക്കിൽ നിങ്ങൾക്ക് ഏത് വർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.